ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ യാത്ര നമ്മൾ പോകുന്നത് നാഗർഹോള ടൈഗർ റിസർവിലൂടെ എച്ച് ഡി കോട്ടയിലേക്കാണ്. എച്ച് ഡി കോട്ടയിൽ പോയിട്ട് അവിടെ നിന്ന് കബനി സഫാരി എടുക്കാനാണ് പ്ലാനിങ്. നമ്മൾ പോകുന്ന റൂട്ട് നാടുകാണിയിൽ നിന്ന് ദേവാല പോയിട്ട് ദേവാലയിൽ നിന്ന് നിലക്കോട്ട എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഒരു ടീ എസ്റ്റേറ്റിനൊക്കെ അകത്തുകൂടെ റോഡുണ്ട്. ഏകദേശം ഒരു 18 കിലോമീറ്റർ ദൂരം വരും. റോക്ക്വുഡ് എസ്റ്റേറ്റ് ഒക്കെ ഈ റോട്ടിലൂടെ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. മനോഹരമായിട്ടുള്ളൊരു റൂട്ടാണ്. തേയിലത്തോട്ടങ്ങളും അതുപോലെ കാടിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ട്. ആനയൊക്കെ വരുന്ന സ്ഥലം തന്നെയാണ്. റോഡ് അത്ര വലിയ ഒരു വീതിയുള്ള റോഡൊന്നുമല്ല, ചെറിയൊരു വണ്ടി കഷ്ടി പോകാൻ പറ്റുന്ന റോഡാണ്. കുറച്ച് മുമ്പൊക്കെ ഇതുവഴി പോകുമ്പോൾ ഈ റോഡൊക്കെ വളരെ മോശമായിരുന്നു, പക്ഷേ ഇപ്പോൾ റോഡൊക്കെ നന്നാക്കിയിട്ടുണ്ട്. ഇതാണ് നെല്ലാക്കോട്ട എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ നിന്ന് റൈറ്റിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഗൂഡല്ലൂരിലേക്കാണ് പോവുക. നമ്മൾ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് ബിദർക്കാട് നിന്ന് നമ്മൾ പാട്ടവയൽ എന്ന് പറയുന്ന സ്ഥലത്ത് പോയിട്ട് അവിടെ നിന്ന് വയനാട്ടിലേക്ക് പോകും. അങ്ങനെ നമ്മൾ വീണ്ടും കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ട്. വയനാട് ആണ് ഇപ്പോഴുള്ളത്. അതായത് നമ്മൾ നിലമ്പൂരിൽ നിന്നും നാടുകാണി തമിഴ്നാടിൻ്റെ കുറച്ച് ഭാഗങ്ങളിലൂടെ വന്നിട്ട് വീണ്ടും കേരളത്തിലേക്ക് വയനാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. വയലുകളുടെ ഗ്രാമം വയൽനാട് എന്ന പ്രയോഗത്തിൽ നിന്നാണ് വയനാട് എന്ന പേര് ഉണ്ടായത്. പുരാതന കാലത്ത് വേദഗോത്രത്തിലെ രാജാക്കന്മാരാണ് വയനാട് ഭരിച്ചിരുന്നത്. പിൽക്കാലത്ത് കോട്ടയം രാജവംശത്തിലെ പഴശ്ശി രാജാസിൻ്റെ ഭരണത്തിന് കീഴിലായി വയനാട്. ഹൈദർ അലി മൈസൂരിൻ്റെ ഭരണാധികാരിയായിരുന്നപ്പോൾ അദ്ദേഹം വയനാട് ആക്രമിച്ച് തൻ്റെ കീഴിലാക്കി. പിന്നീട് ടിപ്പുവിൻ്റെ കാലത്ത് വയനാട് കോട്ടയം രാജവംശത്തിലേക്ക് പുനഃസ്ഥാപിക്കപ്പെട്ടു. ഇപ്പോൾ നമ്മുടെ യാത്ര കാട്ടിക്കുളം ജംഗ്ഷൻ കഴിഞ്ഞ് കുട്ട റോട്ടിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. മാനന്തവാടിയിൽ നിന്നും കുട്ട വരെ നമ്മൾ KSRTC ബസ്സിൽ നടത്തിയൊരു യാത്രയുടെ വീഡിയോ ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ കുട്ടേട്ടൻ്റെ ഉണ്ണിയപ്പ കടയിൽ എത്തിയിട്ടുണ്ട്. ഈ കട വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കടയാണ്. ഇവിടുത്തെ ഉണ്ണിയപ്പവും വളരെ ഫേമസ് ആണ്, നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യമാണ്. ഞങ്ങളിവിടെ എത്തുന്നത് ഒരു 3:30 മണിക്കാണ്. അപ്പോഴേക്കും ഉണ്ണിയപ്പമൊക്കെ കംപ്ലീറ്റ് കഴിഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും അത് ടേസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനെ തൽക്കാലം ഞങ്ങളൊരു കട്ടൻ ചായയൊക്കെ കുടിച്ചിട്ട് ഇവിടുന്ന് ഇനി തിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് പോകുന്നത് തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് പോകുന്ന റൂട്ടിലൂടെയാണ് ഞങ്ങൾ കുട്ടയിലേക്ക് പോകുന്നത്. തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് ഇവിടുന്ന് 13 കിലോമീറ്ററാണ്. ഈ റൂട്ടിലൂടെ നമ്മൾ പോയിട്ട് തിരുനെല്ലി ക്ഷേത്രം എത്തുന്നതിൻ്റെ കുറച്ച് മുമ്പായിട്ട് നമ്മൾ തിരിഞ്ഞു പോകും. മെയിൻ റോട്ടിലൂടെ ഞാൻ ഇതിനു മുമ്പൊരു ബസ് യാത്ര നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ റൂട്ട് തിരഞ്ഞെടുത്തത്. ആ യാത്രയുടെ വീഡിയോ ഞാൻ ചാനലിൽ ചെയ്തിട്ടുണ്ട്, താല്പര്യമുള്ളവർക്ക് കാണാം. ഈ ജംഗ്ഷനിൽ നിന്നാണ് നമ്മൾ തിരിഞ്ഞു പോകുന്നത്. ഇവിടെ നിന്ന് റൈറ്റിലേക്ക് നമ്മൾ തിരിഞ്ഞു പോകും. നേരെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തിരുനെല്ലി ക്ഷേത്രത്തിലേക്കാണ് പോവുക. 1956 കേരള സംസ്ഥാനം രൂപീകരിക്കുമ്പോൾ വയനാട് കണ്ണൂർ ജില്ലയുടെ ഭാഗമായിരുന്നു. പിന്നീട് തെക്കൻ വയനാട് കോഴിക്കോട് ജില്ലയോട് കൂട്ടിച്ചേർക്കുകയും തുടർന്ന് 1980 നവംബർ 1 വടക്കും തെക്കും വയനാടുകൾ ചേർത്ത് ഇന്നത്തെ വയനാട് ജില്ല രൂപീകരിക്കുകയും ചെയ്തു. ഉഷ്ണമേഖല മഴക്കാടുകളാൽ മൂടപ്പെട്ട മലനിരകളുള്ള ഈ പർവ്വത ജില്ല പലതരത്തിലും സംസ്ഥാനത്തെ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലമാണ്. നമ്മളിപ്പോൾ തോൽപ്പെട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഈ ഒരു ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് പോയാൽ കാട്ടിക്കുളക്കും, ലെഫ്റ്റ് പോയിട്ടുണ്ടെങ്കിൽ കുട്ടയിലേക്കും. നമ്മൾ കുട്ട വഴിയാണ് പോകുന്നത്. നമ്മൾ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞാണ് പോകേണ്ടത്. ഈ ഒരു ചെറിയ അങ്ങാടിയാണ് തോൽപ്പെട്ടി എന്ന് പറയുന്നത്. അത്ര വലിയൊരു അങ്ങാടിയൊന്നുമല്ല, കുറച്ച് കടകളും ഇതൊക്കെ ആയിട്ട്. പിന്നെ ഈ അങ്ങാടിയോട് ചേർന്നിട്ട് തന്നെയാണ് കേരള എക്സൈസ് ചെക്ക് പോസ്റ്റും കേരള ചെക്ക് പോസ്റ്റും ഒക്കെ വരുന്നത്. നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ചെക്കിംഗ് ഒന്നും ഉണ്ടാകാറില്ല. പക്ഷേ അവിടെ നിന്ന് തിരിച്ച് കർണാടകയിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് കേരളത്തിലേക്ക് കയറുമ്പോൾ വണ്ടിയൊക്കെ നിർത്തി മിക്കവാറും എല്ലാ സമയങ്ങളിലും വണ്ടിയൊക്കെ അവർ ചെക്ക് ചെയ്യാറുണ്ട്.
കേരള ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ഏകദേശം ഒരു 2-3 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കർണാടകയുടെ ചെക്ക് പോസ്റ്റ് കാണാം. ഈ കർണാടകയുടെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ഉടനെ നമുക്ക് നാഗർഹോളയിലേക്ക് പോകുന്നവർ റൈറ്റിലേക്കൊരു റോഡ് കാണാം. ആ റൈറ്റിലേക്ക് തിരിഞ്ഞു പോകണം. നമ്മൾ കുട്ട ടൗൺ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് കുട്ടയുടെ കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് വന്നിട്ട് ഈ ടൗണിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് വന്നതാണ്. ഇതാണ് കുട്ട ടൗണ്. കർണാടകയിലെ കൊടക് ജില്ലയിൽപ്പെട്ട സ്ഥലമാണ് ഈ കുട്ട. കേരളത്തോട് അതിർത്തി പങ്കിടുന്ന കർണാടകയുടെ സ്ഥലം. ഒരു ചെറിയ ടൗണാണ്, അത്ര വലിയ ടൗണൊന്നല്ല. എങ്കിലും ഇവിടെ റെസ്റ്റോറൻറ്റുകളും ലോഡ്ജുകളും എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. പിന്നെ കുട്ട ബസ് സ്റ്റാൻഡ് വരുന്നത് ഈ ടൗണിൽ നിന്ന് ഒരു 100 മീറ്റർ കൂടി ഫ്രണ്ടിലേക്ക് പോയിട്ട്. നമ്മൾ ആ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്നാണ് 2 റോഡ് ഡൈവേർട്ടായിട്ട് പോകുന്നത്. ഒന്ന് കേരളത്തിലേക്കും ഒന്ന് പോകുന്നത് നാഗർഹോള വഴി HD കോട്ട ഭാഗത്തേക്കും പോകുന്നത്. ഇതാണ് കുട്ട ബസ് സ്റ്റാൻഡ്. ഇവിടെ നിന്ന് കർണാടകയുടെ പല ഗ്രാമങ്ങളിലേക്കും പല പ്രദേശങ്ങളിലേക്കും ബസ് സർവീസ് ഉണ്ട്. കൂടാതെ കേരളത്തിൻ്റെ KSRTC ബസ് ഇവിടെ നിന്ന് മാനന്തവാടിയിലേക്ക് ഓരോ അരമണിക്കൂറിലും സർവീസ് ഉണ്ട്. നമ്മളിപ്പോൾ പോകുന്നത് ഈ പിക്കപ്പ് പോകുന്ന റോഡിലൂടെയാണ്. നാഗർഹോള വഴി ആണ്. നമ്മൾ ഈ നാഗർഹോള റോഡിലേക്ക് എൻ്റർ ആയിട്ടുണ്ട്. ഇങ്ങോട്ട് എൻ്ററായി കുറച്ച് ഫ്രണ്ടിലേക്ക് വന്നാൽ നമുക്ക് കാണുന്നൊരു കാഴ്ചയാണ്. ഇവിടെ ഒരു വലിയൊരു മരമുണ്ട്. ഈ മരം നിറയെ തേനീച്ചകളുടെ കൂടാണ്. ഇപ്പോൾ നമുക്ക് ഈ വണ്ടിയിൽ ഇരുന്ന് തന്നെ ഏകദേശം ഒരു 20-25 തേനീച്ചകളുടെ ആ ഒരു കൂട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ കാണുന്നതാണ് നാൻസി ഗേറ്റ് എന്ന് പറയും. ഇവിടുന്ന് സഫാരി നാഗർഹോള ഇവിടെ കാട്ടിനുള്ളിലേക്കുള്ള ജീപ്പ് സഫാരി അതുപോലെ തന്നെ ബസ് സഫാരിയൊക്കെ ഉണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് തിരിച്ചു വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. കാരണം നമ്മൾ ഇവിടുന്ന് ഒരു സഫാരി എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ആ സഫാരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതിൻ്റെ ഫീസും അത് എങ്ങനെ ബുക്ക് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അപ്പോൾ പറയാം. അങ്ങനെ നമ്മൾ നാഗർഹോള ടൈഗർ റിസർവിൻ്റെ ഗേറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ നാഗർഹോള ടൈഗർ റിസർവിന് രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക് എന്നൊരു പേരും കൂടി ഉണ്ട്. ഇവിടെ നിന്ന് നമ്മൾ 20 രൂപ ഒരു എൻട്രി ഫീ ഉണ്ട് നമുക്ക്. അത് എടുത്തിട്ട് വേണം നമ്മൾ യാത്ര തുടങ്ങാൻ. 1 മണിക്കൂറാണ് നമുക്ക് ടൈം. ഈ 1 മണിക്കൂർ വഴുകി കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എക്സിറ്റ് ആകുന്നിടത്ത് 1000 രൂപ ഫൈൻ അടക്കണം. മൃഗങ്ങളെ കാണാൻ സാധ്യത ഒരുപാട് കൂടുതലുള്ള ഒരു റൂട്ടാണിത്. പിന്നെ ഇതിലൂടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ റോഡ് വളരെ മോശമാണ്. നമുക്ക് 1 മണിക്കൂറാണ് ടൈം. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ വഴിയിലൊന്ന് നിർത്തിയിട്ട് ഫോട്ടോസോ വീഡിയോസോ ഒന്നും എടുത്ത് ലേറ്റായി കഴിഞ്ഞാൽ നമ്മൾ ഗേറ്റിൽ നിന്ന് എക്സിറ്റ് ആവുന്നിടത്ത് നമ്മൾ ഫൈൻ അടക്കേണ്ടി വരും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു മാന് റോഡ് ക്രോസ് ചെയ്യുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. പിന്നെ ഇതിലൂടെ വരുമ്പോൾ ഇന്നിപ്പോൾ ഇത്രയും ദൂരം ഞങ്ങൾ വന്നിട്ടും ഞങ്ങൾക്ക് കൂടുതൽ മൃഗങ്ങളെ അങ്ങനെ കാണാനുള്ളൊരു സാധ്യത ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. കാരണം ഞങ്ങൾ ഏകദേശം ഒരു 4 മണി സമയത്താണ് വരുന്നത്. ഒരു വൈകുന്നേരം അല്ലെങ്കിൽ ഏർലി മോർണിംഗ് ഒക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ മൃഗങ്ങളെ കാണാനൊക്കെ ഉള്ള ചാൻസസ് വളരെ കൂടുതലാണ്. എങ്കിലും നമുക്ക് പോയി നോക്കാം. ഏകദേശം 1 മണിക്കൂർ ടൈമുണ്ട്. ഈ 1 മണിക്കൂറിൽ നമ്മൾ ഇതിലൂടെ വാഹനങ്ങളൊക്കെ വളരെ കുറവായിട്ട് വരുന്നത്. ഇപ്പോൾ നമ്മൾ പോകുന്ന സമയത്തൊന്നും നമുക്ക് മുമ്പിലും ബാക്കിലോ ഇങ്ങോട്ട് ഓപ്പോസിറ്റ് സൈഡിലോ അല്ലെങ്കിൽ നമ്മുടെ ബാക്കിലോ ഒന്നും ഒരു വണ്ടികളൊന്നും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. അങ്ങനെ കാടിൻ്റെ ആ ഒരു സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് അങ്ങനെ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു യാത്ര. പിന്നെ ഇവിടെ മാൻകൂട്ടങ്ങൾ ഇഷ്ടം പോലെ കേട്ടോ. നമ്മൾ മുതുമല റൂട്ടിലൂടെയൊക്കെ പോകുന്ന പോലെ മാനുകൾക്ക് ഒരു പഞ്ഞവും ഇല്ല. ഈ കാണുന്ന ബംഗ്ലാവുകളൊക്കെ ഇവിടുത്തെ മൈസൂർ രാജാക്കന്മാർ ഈ നാഗർഹോള കാട്ടിനകത്ത് വേട്ടയ്ക്ക് വന്നിരുന്ന സമയത്ത് അവർക്ക് താമസിക്കാനും മറ്റുമായി ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള ബംഗ്ലാവുകളാണ്. ഇപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കതിൽ താമസിക്കാനുള്ള അവസരങ്ങളുണ്ട്. അതിനായിട്ട് നാഗർഹോള സൈറ്റിൽ കയറി നമ്മൾ ബുക്കിംഗ് എടുക്കണം. 2700-3000 രൂപയാണ് 2 ആൾക്ക് താമസിക്കാനുള്ള ചാർജ് വരുന്നത് തോന്നുന്നുണ്ട്. പിന്നെ ഈ ബംഗ്ലാവിനോട് ചേർന്നിട്ട് തന്നെ ഇവിടെ ഒരു ട്രൈബൽ സെറ്റിൽമെൻറ്റും ഒരു സ്കൂളൊക്കെ ഉണ്ട്. ഇപ്പോൾ സ്കൂൾ വിട്ടിട്ടില്ല. ഏകദേശം ഒരു 4:30 ടൈമിനാണ് ഇപ്പോൾ നമ്മളിവിടെ എത്തുന്നത്. കുട്ടികളൊക്കെ സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സ്കൂളിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് തന്നെയാണ് ഇവിടുത്തെ ഒരു സെറ്റിൽമെൻ്റ് ഉണ്ട്, ട്രൈബൽ സെറ്റിൽമെൻറ്റ്. അപ്പോൾ ഈ ട്രൈബൽ സെറ്റിൽമെൻറ്റിലുള്ള ആളുകളൊക്കെ തന്നെയാണ് ഈ ബംഗ്ലാവുകളിലെ ജോലിയും പിന്നെ ഇതിനകത്തുള്ള ചെറിയ കാടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജോലികളൊക്കെ ചെയ്തിട്ടാണ് ഇവരുടെയൊക്കെ ജീവിതം കഴിഞ്ഞു പോകുന്നത്. നമ്മളിപ്പോൾ കാട്ടിലൂടെ ഏകദേശം ഒരു പകുതി ദൂരത്തിലേറെ സഞ്ചരിച്ച് കഴിഞ്ഞു. പക്ഷേ ഇതുവരെ ആയിട്ട് നമുക്ക് കാര്യമായിട്ടുള്ളൊരു മൃഗങ്ങളൊന്നും കാണാൻ പറ്റിയിട്ടില്ല. നോർമലായിട്ട് നമ്മൾ കാണുന്ന പോലെ കുറേ മാൻകൂട്ടങ്ങളും അതുപോലെ സിംഹവാലൻ കുരങ്ങന്മാർ ഇങ്ങനെയൊക്കെയുള്ള
കുറച്ച് മൃഗങ്ങളെ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. പിന്നെ ഇവിടുത്തെ മാൻകൂട്ടങ്ങൾക്ക് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ റോഡിനോട് വളരെ അടുത്താണ് നിൽക്കുക. നമ്മുടെ വണ്ടി വരുന്നത് ഒന്നും അവർക്കൊരു പ്രശ്നമല്ല. അങ്ങനെ പെട്ടെന്ന് വണ്ടി കാണുമ്പോഴേക്ക് ഓടുന്ന അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല. നമ്മൾ മുതുമല സൈഡിലൊക്കെ പോകുമ്പോൾ റോഡിൻ്റെ സൈഡിലൊക്കെയുള്ള മാനുകൾ വണ്ടിയൊക്കെ കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടാറുണ്ട്. പക്ഷേ ഇതൊന്നുമില്ല, നമ്മൾ തൊട്ടടുത്ത് കൂടെ പോകുമ്പോഴും മാനുകൾ അവരൊരു കൂസലും ഇല്ലാതെ ഇങ്ങനെ നിൽക്കും. ഈ ഒരു ഭാഗത്ത് എത്തിയപ്പോൾ ഇങ്ങനെ കുറേ ഒരു കോട്ടേജ് പോലത്തെ കുറച്ച് ബിൽഡിങ്ങുകൾ കാണുന്നുണ്ട്. ഇതിവിടെ ഈ കാടുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന സ്റ്റാഫുകൾക്കുള്ള അക്കോമഡേഷൻ ആയിരിക്കും എന്നാണ് തോന്നുന്നത്. ഇതിൽ ചില ബിൽഡിങ്ങുകളൊക്കെ കുറേ പൊട്ടിപ്പൊളിഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇവിടെ ഒരു ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്, ഒരു ടി ജംഗ്ഷൻ. ഇവിടുന്ന് നേരെ പോയിട്ടുണ്ടെങ്കിൽ നെല്ലൂർ സർക്കിളിലേക്കും റൈറ്റിലേക്ക് പോയാൽ HD കോട്ടയിലേക്കുമാണ് പോകുന്നത്. നമ്മൾ പോകുന്ന HD കോട്ടയിലേക്കാണ്. നമ്മൾ റൈറ്റ് എടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് HD കോട്ടയിലേക്ക് 21 കിലോമീറ്റർ കൂടി കാണുന്നുണ്ട്. നമ്മൾ നേരെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നെല്ലൂർ സർക്കിൾ വഴി ഹുൻസൂരിലേക്ക് പോവുക. ഈ നെല്ലൂർ സർക്കിളിലേക്ക് എത്താനും ഏകദേശം ഒരു 20 കിലോമീറ്ററിൻ്റെ അടുത്ത് വരും. അങ്ങനെ നമ്മുടെ യാത്ര വീണ്ടും ഈ ഒരു കാട്ടിലൂടെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം നമ്മൾ എക്സിറ്റിൻ്റെ ഗേറ്റിൻ്റെ ഒക്കെ അടുത്താറായിട്ടുണ്ട്. ഒരു 10-12 കിലോമീറ്റർ കൂടി പോയാൽ നമ്മൾ ആ ഒരു എക്സിറ്റിലെത്തും. ഇത് ഈ ഫസ്റ്റ് ഗേറ്റിൽ നിന്നും ഈ HD കോട്ടയിലേക്ക് പോകുന്നപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ റോട്ടിലുള്ള എക്സിറ്റിലേക്ക് ഏകദേശം ദൂരം വരുന്നത് ഒരു 33-34 കിലോമീറ്ററാണ്. ഈ 34 കിലോമീറ്റർ നമ്മൾ കറക്റ്റ് 1 അവറിനകത്ത് നമ്മൾ എക്സിറ്റ് ആവണം. നമ്മളിവിടെ എത്തുമ്പോഴേക്ക് ഏകദേശം ഒരു മണിക്കൂറും 10 മിനിറ്റും ആയിട്ടുണ്ട്. പക്ഷേ ഇവിടുന്ന് എന്താ പറയുക എന്ന് നമുക്കറിയില്ല. ശരിക്കും 1 മണിക്കൂറിന് മുകളിലായി കഴിഞ്ഞാൽ 1000 രൂപയാണ് ഫൈൻ അടക്കേണ്ടത്. അപ്പോൾ ഇതുവഴി വരുന്നവർ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളോട് ഫൈനൊന്നും ചോദിച്ചിട്ടില്ല. ചെറുതായിട്ടുള്ള 10 മിനിറ്റ് 5 മിനിറ്റൊന്നും അവർ അത്രയ്ക്ക് കാര്യമില്ല. പക്ഷേ ഒരു 10 മിനിറ്റിൻ്റെ മുകളിലൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ ഫൈൻ അടയ്ക്കണം. അങ്ങനെ നാഗർഹോള ടൈഗർ റിസർവിൽ നിന്നും നമ്മൾ എക്സിറ്റ് ആയിട്ട് ഇപ്പോൾ കർണാടകയുടെ ഗ്രാമപ്രദേശങ്ങളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ട് ഗ്രാമങ്ങളിലൂടെ ഉള്ളൊരു യാത്രയാണ്. ഇവിടെ നിന്ന് ഇനി HD കോട്ടയിലേക്ക് നമുക്കൊരു 10 കിലോമീറ്റർ കൂടിയാണ് പോകാനുള്ളത്. ഈ പോകുന്ന വഴികളിലൊക്കെ നമുക്കൊരുപാട് കാഴ്ചകൾ കാണാൻ പറ്റി. ഒരുപാട് കൃഷിസ്ഥലങ്ങളും കൃഷിപ്പാടങ്ങളും കന്നുകാലികളെ വളർത്തുന്ന ഗ്രാമീണരും ആട് വളർത്തുന്ന ഗ്രാമീണരും ഇങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ ഈ റൂട്ടിലൂടെ പോകുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഈ ആട് വളർത്തുന്നവരൊക്കെ ഈ ആട്ടുംകൂട്ടങ്ങളും അതുപോലെ തന്നെ കന്നുകാലികളുമായിട്ടൊക്കെ റോഡിൽ വരുമ്പോൾ നമ്മൾ വളരെ വേഗതയൊക്കെ കുറച്ച് വളരെ ശ്രദ്ധിച്ച് പോവുക. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാടല്ല, പിന്നെ അവരെന്താണോ ചോദിക്കുന്നത് ആ ക്യാഷ് നമ്മൾ എടുത്തു കൊടുക്കേണ്ടി വരും. അക്കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മുടെ യാത്ര HD കോട്ട ഹുൻസൂർ മെയിൻ റോഡിൽ വന്ന് ജോയിൻ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് ഇനി ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്ക് പോകണം. റൈറ്റ് എടുത്തിട്ട് ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് വരുന്ന ഹോട്ടലിലാണ് റൂം ബുക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അടുത്ത പാർട്ട് വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.